സ്നേഹിതരെ, ദൈവസന്നിധിയിൽ നിറയുന്ന കണ്ണുകളും മടങ്ങുന്ന മുഴങ്കാലും പകരുന്ന ഹൃദയവും നിനക്കുണ്ടെങ്കിൽ നീ ഒരിക്കൽ പോലും ലജ്ജിക്കേണ്ടി വരികയില്ല. നീ ഒരിക്കൽ പോലും നിരാശനായി മാറത്തില്ല. നീ ഒരിക്കൽ പോലും മറ്റുള്ളവരുടെ നടുവിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതികേട് വരില്ല. ആയതിനാൽ അത്യുന്നതനായ കർത്തനിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. അവൻ നിന്നെ ഉയർത്തും. ലോകത്തിന് നാനാഭാഗത്തിരുന്നു കൊണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ മാന്യ പ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് കേട്ടതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഫേസ്ബുക്ക് പേജിനകത്തൂടെയും യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് മീഡിയയിലൂടെയൊക്കെ ഞങ്ങളെ കാണുന്ന, കേട്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നാദ്യമായിട്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിശ്ചയമായിട്ടും സ്വർഗസ്ഥനായ ദൈവം നിങ്ങളോട് ഏറ്റവും കരുണ കാണിക്കാനായിട്ട് പോകുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. വിശേഷാൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ധാരാളം പേരിൽ ലോകത്തിൻ്റെ നാനാഭാഗത്ത് ആയിരിക്കുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോടുള്ള നന്ദിയെയും സ്നേഹത്തെയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടെ പുതുവർഷത്തിലേക്ക് കാലെടുത്തു വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം ഞങ്ങൾ ഈ അവസരത്തിൽ കൈമാറാനായിട്ട് പോകുകയാണ്. ആയതിനാൽ വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുക. തുടർന്ന് കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നമ്മൾ ശ്രവിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഹോദരങ്ങളെ, കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനമായി ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് ഞങ്ങളിൽ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചന നിങ്ങളിലേക്ക് കൈമാറട്ടെ. ഇന്നത്തെ സന്ദേശത്തിൻ്റെ ടൈറ്റിൽ വിശ്വാസത്താൽ നടക്കുക. വിശ്വാസത്താൽ നടന്നാൽ മാത്രമേ വിജയകരമായിട്ട് മുന്നേറാനായിട്ട് കഴിയത്തുള്ളൂ. ഏതാനും നാൾ വിശ്വസിച്ചിട്ടും നടക്കാതെ വരുമ്പോൾ ഇത് ഇനി സംഭവിക്കുമോ, എൻ്റെ രോഗം ഭേദമാകുമോ, എനിക്ക് ഒരു നല്ല ഭവനമുണ്ടാകുമോ എന്നിങ്ങനെ സംശയം വരുമ്പോൾ വാക്ക് പറഞ്ഞവൻ നിവർത്തിക്കുക തന്നെ ചെയ്യും എന്ന് ഉറച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച് നിൽക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. 2024 തീരുവാൻ ഇത് ചില ദിവസങ്ങൾ മാത്രമേ മുൻപിലുള്ളല്ലോ. വളരെ പ്രതീക്ഷയോടെ 2025 നോക്കി പാർക്കുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നത്തെ എപ്പിസോഡിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബ്രഹാമിന് മക്കളെ നൽകാമെന്ന് ദൈവം പറയുകയുണ്ടായി. എന്നാൽ വർഷം പലത് കഴിഞ്ഞിരിക്കുകയാണ്. നടക്കുകയില്ലെന്നുള്ള തെളിവ് കൂടി വന്നപ്പോഴും അബ്രഹാമിൻ്റെ വിശ്വാസം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. വിശ്വാസത്തിൽ കൂട്ടുനിന്ന ഭാര്യയും അവിശ്വസിച്ച് മാറിയപ്പോഴും അബ്രഹാം നക്ഷത്രങ്ങളെ നോക്കി മക്കളെ ഭാവന കണ്ട് വിശ്വസിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, വലിയ പ്രതിസന്ധിയുടെ നടുവിലും അബ്രഹാം നക്ഷത്രങ്ങളെ നോക്കി മക്കളെ ഭാവന കണ്ട് വിശ്വസിച്ചു. ഒടുവിൽ അബ്രഹാം വിശ്വസിച്ചത്, അതെ, ദൈവം പറഞ്ഞത് സംഭവിക്കുകയാണ്. ദൈവം അരുളി ചെയ്തതായ വാഗ്ദത്ത വിഷയത്തെ അബ്രഹാം വിശ്വാസ വിഷയമാക്കി. അത് പിന്നത്തേതിൽ തൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. നോഹയോട് ദൈവം ഒരു പെട്ടകം ഉണ്ടാക്കുക, ലോകത്തിൽ മഴ അയക്കാമെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. നോഹ വിശ്വസിച്ച് പണി തുടങ്ങിയപ്പോൾ കുറെ പേരെങ്കിലും അല്പമായെങ്കിലും തനിക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുണ്ടാകാം. എന്നാൽ പെട്ടെന്ന് നോഹ ഏകനായി മാറുകയാണ്. സ്വന്തം കുടുംബത്തിലുള്ളവരല്ലാതെ മറ്റ് ആരും തന്നെ തൻ്റെ കൂടെ നിന്നില്ല. കാലം ഏറെ കഴിഞ്ഞു. നോഹ സംശയിക്കുവാൻ അവസരം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. എന്നാൽ അവൻ സംശയിച്ചില്ല, വിശ്വസിച്ചു. ഒടുവിൽ നോഹ വിശ്വസിച്ചത്, യെസ്, ദൈവം പറഞ്ഞത്
നിറവേറുവാൻ ഇടയായി തീർന്നു. സഹോദരങ്ങളെ, അങ്ങനെയെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുകയാണ്. നിങ്ങൾ പ്രതീക്ഷയോടെ വീണ്ടും വിശ്വാസത്തിൻ്റെ ചുവടുകൾ വയ്ക്കുക. ചരിത്ര രേഖയാക്കി നോഹ അതിനെ മാറ്റുകയാണ്. എങ്ങനെയാണ്? വിശ്വാസത്താൽ യാക്കോബിനെ ദൈവം അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞു. യാക്കോബ് ലാബാന്റെ വീട്ടിലെ വേലക്കാരനായിട്ട് മാറുകയാണ്. 7 വർഷം വേല ചെയ്തപ്പോൾ കിട്ടിയത് പൂച്ചക്കണ്ണി പെണ്ണിനെ ആയിരുന്നു. ഇതാണോ അനുഗ്രഹമെന്ന് താൻ ചിന്തിച്ചിട്ടുണ്ടാകാം. 14 വർഷം വേല ചെയ്തപ്പോൾ 2 ഭാര്യമാരെ തനിക്കുണ്ടായി. ചില മക്കൾ ഉണ്ടായി. സ്വന്തമായി ഒന്നും യാക്കോബിനില്ലായിരുന്നു. ഇതാണോ അനുഗ്രഹം? സംശയിക്കുവാൻ അവന് കാരണം അനവധി ഉണ്ടായിരുന്നു. എന്നാൽ അവസാനത്തിങ്കിൽ അവൻ ദൈവത്തിൽ വിശ്വസിച്ചത് അവന്റെ ജീവിതത്തിൽ ഭവിക്കുകയാണ്. ദൈവം അവനെ അവസാനത്തിങ്കിൽ അനുഗ്രഹിക്കുകയാണ്. ഒരു വടിയായിട്ട് പോയവനെ 2 വലിയ കൂട്ടമായിട്ട് സ്വർഗസ്ഥനായ ദൈവം മടക്കി വരുത്തുകയാണ്. ആദ്യം ഒന്നും സംഭവിച്ചില്ല എങ്കിലും ഒടുവിൽ യാക്കോബ് വിശ്വസിച്ചതുപോലെ ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കുകയാണ്. അടുത്തത് യോസഫിനോട് ദൈവം പറഞ്ഞു, നിന്റെ സഹോദരന്മാരും അപ്പനും അമ്മയും നിന്നെ ഒരിക്കൽ നമസ്കരിക്കും. അവനത് വിശ്വസിച്ചതിനാൽ മറ്റുള്ളവരോട് പറയുകയുണ്ടായി. ദൈവം കൊടുത്ത സ്വപ്നം അവൻ മറ്റുള്ളവരോട് ഷെയർ ചെയ്തു. തൻ്റെ കുടുംബക്കാരോട് അവൻ പറയുകയാണ്. എന്നാൽ കാര്യങ്ങൾ അവന് അനുകൂലമല്ലായിരുന്നു. തൻ്റെ ജീവിതത്തിൽ വലിയ എതിർപ്പുകളുണ്ടായി, വലിയ കൊടുങ്കാറ്റുണ്ടായി, വലിയ പ്രതിസന്ധി ഉണ്ടായി. അവൻ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു. അവൻ അടിമയായിട്ട് മാറ്റപ്പെട്ടു. അവൻ ജയിലിൽ അടയ്ക്കപ്പെട്ട സാഹചര്യമുണ്ടായി. അവൻ സംശയിച്ച് സ്വപ്നം വെറും സ്വപ്നമായിരുന്നു എന്ന് ചിന്തിക്കാൻ ധാരാളം അനുഭവങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ സമയമായിട്ടും അവൻ സംശയിച്ചില്ല. അവൻ ഏകനായിട്ട് മാറി. ദൈവ വാഗ്ദാനത്തിങ്കിൽ അവൻ പിടിച്ചു നിൽക്കുകയാണ്. ഒടുവിൽ സ്വപ്നം യാഥാർത്ഥ്യമായിട്ട് മാറി. ഒടുവിൽ അവൻ വിശ്വസിച്ചതുപോലെ, അവൻ സ്വപ്നം കണ്ടതുപോലെ, ദൈവം പറഞ്ഞതുപോലെ, താൻ പ്രതീക്ഷിച്ചതുപോലെ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. അടുത്തത്, ദാവീദിനെ ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. അത് സംഭവിക്കുവാൻ ഒരിക്കൽ പോലും ഇടയില്ലാത്ത ഒരു കാര്യമായിരുന്നു. ദൈവത്തിന് അബദ്ധം പറ്റിയതാണെന്ന് വിശ്വസിക്കുവാൻ കാരണങ്ങൾ പലതും തൻ്റെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അവൻ ആട്ടിടയനാണ്. വിദ്യാഭ്യാസം തീരെയില്ല. ജ്യേഷ്ഠന്മാർ പട്ടാളത്തിലാണ്. ദൈവം തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരുത്തനെ തിരഞ്ഞെടുത്താലും അത് അച്ചായന്മാരെ ആരെങ്കിലും ആകാനാണ് സാധ്യത. ഇതിലൊക്കെ ഉപരി ദൈവം ഒരു രാജാവിനെ വാഴിച്ചിട്ട് അധിക നാളുകൾ ആയിട്ടില്ല. അദ്ദേഹം ചെറുപ്പക്കാരനാണ്, സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ദൈവം ശൗലിനെ ഉപേക്ഷിച്ച കാര്യം ദാവീദ് അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. എന്നാൽ ദാവീദ് വിശ്വസിച്ചു, ദൈവത്തിന് അബദ്ധം പറ്റുകയില്ല. അങ്ങനെ ദാവീദ് വിശ്വസിച്ചു, നടന്നു. കാര്യങ്ങൾ തനിക്ക് എതിരായിട്ട് മാറി. രാജാവ് ശത്രുവായിട്ട് മാറുകയാണ്. ദാവീദ് എന്നിട്ടും വിശ്വസിക്കുകയാണ്. ഒടുവിൽ താൻ വിശ്വസിച്ചതുപോലെ, ദൈവം പറഞ്ഞതുപോലെ സംഭവിച്ചു. എന്താണ് സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞത് ഒരാൾ വിശ്വസിക്കുന്നതാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ എന്താണോ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണോ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണോ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്താണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിലൂടെ നിങ്ങളോട് അറിയിക്കട്ടെ, ദൂതുകൾ അറിയിക്കട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം നിങ്ങളെ മനസ്സിരുത്തി ഒന്ന് വായിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. മുഴുവനുമായിട്ടൊന്ന് വായിച്ചു നോക്കിക്കേ. അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്.
വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ നീണ്ട പട്ടിക നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഒന്ന്, വിശ്വാസത്താൽ അബ്രഹാം, വിശ്വാസത്താൽ സാറ എന്ന പദം, വിശ്വാസത്താൽ ഇസ്ഹാക്ക് എന്ന പദം, വിശ്വാസത്താൽ യാക്കോബ് എന്ന പദം, വിശ്വാസത്താൽ യോസഫ് എന്ന പദം, വിശ്വാസത്താൽ മോശയുടെ അമ്മ അപ്പന്മാർ എന്ന പദങ്ങൾ, വിശ്വാസത്താൽ മോശ, വിശ്വാസത്താൽ ഇസ്രായേൽ ജനം, വിശ്വാസത്താൽ രാഹാബ്, വിശ്വാസത്താൽ ഗിദെയോൻ. എങ്ങനെയാണ് ഈ അത്ഭുതങ്ങൾ നടന്നത്? വിശ്വാസ വീരന്മാരുടെ വലിയ പട്ടിക ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നടന്നത്? എപ്പോഴും നാം പറയും ദൈവം ചെയ്തിട്ടാണെന്ന്. എന്നാൽ ദൈവം പറയുന്നതോ വിശ്വാസത്താൽ ഇവർ ഇതൊക്കെ ചെയ്തു. നമ്മൾ പറയും ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു കൊണ്ടായിരിക്കാം. ശരിയാണ്. എന്നാൽ ദൈവം പറയുന്നു ഇവർ ഇതെല്ലാം ചെയ്തത് അവരുടെ വിശ്വാസത്താലാണ്. അതെ, അവർ വിശ്വാസത്താൽ ചെയ്തു. ദൈവം അവർക്ക് കൂട്ടുനിന്നു. അവർ വിശ്വാസത്താൽ കാര്യങ്ങൾ സാധ്യമാക്കി തീർത്തപ്പോൾ ദൈവം അവർക്ക് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ ഇന്ന് ഈ എപ്പിസോഡിലൂടെ അറിയിക്കട്ടെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ മുൻപിൽ ദൈവം തുണ നിൽക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വിശ്വാസം വലുതാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പോകുകയാണ്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രതലം വലുതാകുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കാൻ പോകുകയാണ്. യെസ്, ഇന്നും അവിടുന്ന് അത്ഭുതത്തെ ചെയ്യുന്നു. ദൈവം ഇന്നും നിങ്ങളുടെ വിശ്വാസത്തെ മാനിക്കും. ഈ നൂറ്റാണ്ടിലും ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തെ മാനിച്ചിരിക്കും. ഞാൻ നിങ്ങളോട് പറയട്ടെ, സംശയം വരും. ആ നിമിഷത്തിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. സംശയം നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങൾ പതറിപ്പോകരുത്. സംശയത്തിന് അപ്പുറത്തേക്ക് വിശ്വാസത്താൽ നോക്കി വിശ്വസിക്കുകയാണ് വേണ്ടത്. നമുക്കറിയാം, ഒരു ചെടി കിളിർത്ത് കഴിയുമ്പോൾ എന്നും അതിന് സൂര്യപ്രകാശം മാത്രമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എന്താണ് അതിന് സംഭവിക്കുന്നത്? അതിന് ഫലം തരാൻ കഴിയത്തില്ല. എന്നും ഒരേപോലെ സൂര്യപ്രകാശം മാത്രം ഒരു ചെടിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും അതിന് ഫലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. എന്നാൽ കാറ്റും മഴയും ഇരുട്ടും സൂര്യപ്രകാശവും മാറി മാറി ആ ചെടിയിൽ അടിക്കുമ്പോൾ, അതിൽ ഉണ്ടാകുമ്പോൾ ആ ചെടി പൂക്കുകയാണ്. ആ ചെടി ഫലം തരും. അതിനാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും വേദപുസ്തകത്തിൽ ധാരാളമായി എല്ലാം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. അതെന്ത് ചെയ്യണം? നിങ്ങൾ ഭാവന കാണണം, നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ഭാവന കാണാനായിട്ട് തുടങ്ങണം. ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിൽ എന്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഒരുക്കപ്പെട്ട ഭാവനയുള്ള ഹൃദയത്തിലേക്ക് പകരപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന പോയിന്റുകൾ എഴുതി വയ്ക്കാം. ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ധാരാളം പേര് പ്രസംഗത്തിൻ്റെ പല പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട് ചെയ്തു വെക്കുന്നതെന്ന് കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിൽ എന്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് ഒരുക്കപ്പെട്ട ഭാവനയുള്ള ഹൃദയത്തിലേക്ക് പകരപ്പെടുകയാണ്. ഭാവനയുള്ളവർ അത് പിടിച്ചെടുക്കുകയാണ്. വിശ്വാസവും ഭാവനയുള്ളവർ അത് പദ്ധതികളാക്കി മാറ്റുകയാണ്. വിശ്വാസവും ഭാവനയും ദൃഢനിശ്ചയമുള്ളവർ അത് പ്രവൃത്തിയിൽ ആക്കിയെടുക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:17 നോക്കിക്കേ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചാട്ടെ. ഒരിക്കൽ ഒരു ദൈവദാസൻ പറഞ്ഞ ഒരു സെന്റൻസ് ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. പല എപ്പിസോഡുകൾ ഇതിന് സമാനമായിട്ടുള്ള ചില പോയിന്റുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കരുതട്ടെ.
ആ ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദർശനവും സ്വപ്നവും പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളാണ്. വീണ്ടും പറയുന്നു, ദർശനവും സ്വപ്നവും പരിശുദ്ധാത്മാവിൻ്റെ ഭാഷകളാണ്. യെസ്, പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത് തൻ്റെ ആഗ്രഹം, താൻ എന്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവോ, നമ്മൾ എന്ത് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അത് ദർശനമായും സ്വപ്നമായും നമ്മിൽ തരുകയാണ്. പലപ്പോഴും ദൈവം തന്ന ദർശനം അല്ലെങ്കിൽ സ്വപ്നം അത് ദൈവത്തിൽ നിന്നാണെന്നുള്ള ആ ഒരു ബോധം നമ്മളിൽ പലർക്കും ഇല്ലാതെ പോയതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പല പരാജയങ്ങളും ഉണ്ടാകാൻ കാരണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നിങ്ങൾ മാറണം. മറ്റുള്ളവരെ പരിഹസിക്കാൻ വേണ്ടിയും മറ്റുള്ളവർക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ ഒരുക്കിയെടുക്കേണ്ടത്. ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നിങ്ങൾ മാറണം. ഈ കാലഘട്ടങ്ങളിൽ അനേകർക്കെതിരെ അനേകര് എഴുന്നേറ്റ് വരുമ്പോൾ, പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ സ്നേഹത്തോടെ 2024 അവസാനത്തെ സന്ദർഭത്തിൽ വന്നിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നു. ദൈവത്തിൻ്റെ പ്രവർത്തനമുള്ള ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് നിങ്ങൾ മാറണം. അങ്ങനെ മാറിയാൽ നിങ്ങളുടെ ഭവനത്തിലെ ചില ശൂന്യതകൾ മാറുമെന്നറിയുക. ദൈവാത്മാവ് ദർശനവും സ്വപ്നവും നൽകാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നടക്കണം. നിങ്ങൾ വിമർശിക്കുന്നവരോടൊപ്പമല്ല നിങ്ങൾ നടക്കേണ്ടത്. അങ്ങനെയുള്ളവരോടല്ല നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കേണ്ടത്. മറ്റുള്ളവരെ തകർക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തുന്നവരോടൊപ്പമല്ല നിങ്ങൾ നടക്കേണ്ടത്. മറിച്ച് ദൈവാത്മാവിൻ്റെ ദർശനവും സ്വപ്നവും നൽകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക. ദൈവവുമായിട്ട് ചേർന്ന് നടക്കുക, ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ നീ ഒരു കാലത്തും ഒരു സമയത്തും നീ പരാജയപ്പെട്ടു പോകാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ദൈവാത്മാവുമായിട്ട് സമ്പർക്കം പുലർത്തി നടക്കുക. അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. 2024 തീരാൻ പോവുകയാണ്. ഞാൻ വീണ്ടും സ്നേഹത്തോടെ നിങ്ങളോട് അറിയിക്കട്ടെ, ദൈവാത്മാവുമായിട്ട് സമ്പർക്കം പുലർത്തി നിങ്ങൾ നടക്കണം. പ്രാർത്ഥിക്കാൻ കൂടുതൽ അവസരങ്ങൾ, സമയങ്ങൾ കണ്ടെത്തണം. 2024 അത് സാധിക്കാതെ പോയെങ്കിൽ പുതിയ വർഷത്തിൽ തീരുമാനമെടുക്കണം. ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കണം. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഞാൻ ദൈവവുമായിട്ട് സമ്പർക്കം പുലർത്തുവാൻ ഞാൻ എന്നെ തന്നെ വിധേയപ്പെടുത്തുന്നു. ഞാൻ പ്രാർത്ഥിക്കാൻ കൂടുതൽ സമയങ്ങൾ കണ്ടെത്തുമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്കത് നന്മയായി മാറും. നടക്കുന്ന നേരത്ത്, നിങ്ങൾ യാത്ര ചെയ്യുന്ന നേരത്ത് ദൈവാത്മാവിന് ദർശനം നൽകുവാൻ, സ്വപ്നം തരുവാൻ അവസരം കൊടുക്കുക. ദൈവം അത് ചെയ്യും. നിങ്ങൾ യാത്ര ചെയ്യുന്ന നേരത്ത്, നിങ്ങൾ ജോലി ചെയ്യുന്ന നേരത്ത് ദൈവാത്മാവിന് ദർശനം നൽകാൻ അല്ലെങ്കിൽ സ്വപ്നം തരുവാൻ അവസരം നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കണം. പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതൊക്കെ ഞാൻ അത് പിന്നത്തേതിൽ അതിനനുസരണമായിട്ട് കാര്യങ്ങൾ, ചുവടുകൾ വെച്ചപ്പോൾ അതെനിക്ക് അനുഗ്രഹമായി മാറി. ഒരു പക്ഷേ നിങ്ങൾ യാത്ര ചെയ്യുന്ന നേരത്തായിരിക്കാം നിങ്ങൾക്കൊരു ദർശനം ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഓഫീസിലിരിക്കുമ്പോഴായിരിക്കാം, മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾ ജോലി ചെയ്യുന്ന അവസരത്തിലായിരിക്കാം. ഒരുപക്ഷെ ദൈവത്തിൻ്റെ ദർശനം നിങ്ങൾക്കുണ്ടാകുന്ന സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നത്. എന്നാൽ ആ ദൈവത്തിൻ്റെ ദർശനവും സ്വപ്നവും തരാൻ അവസരം ഒരുക്കി കൊടുക്കണം. ദൈവത്തിന് വേണ്ടി വൻ കാര്യം പ്രവർത്തിച്ചിട്ടുള്ളവർ എല്ലാവരും സ്വപ്നവും ദർശനവും കണ്ടവരായിരുന്നു. എഴുതി വച്ചാട്ടെ, ദൈവത്തിനു വേണ്ടി ശക്തമായിട്ട് ലോകരാജ്യങ്ങളിൽ പ്രയോജനപ്പെട്ടവർ, ദൈവനാമത്തിനു വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളെ യേശു ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചിട്ടുള്ള എല്ലാ ദൈവദാസന്മാരും സ്വപ്നവും ദർശനവും കണ്ടിട്ടുള്ളവരാണ്. യെസ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ദർശനം കാണണം. നിങ്ങൾ താഴ്ച പ്രാപിക്കുന്നതല്ല, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ദർശനം കാണണം. ഈ 2024 അവസാന സമയത്ത് വന്നിരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ദർശനം കാണണം. നിങ്ങൾ ഓരോരുത്തരും നല്ല നിലവാരത്തിൽ എത്തിച്ചേരുന്നത് നിങ്ങൾ ദർശനം കാണണം.
നിങ്ങളുടെ കടഭാരം മാറുന്നത് നിങ്ങൾ ദർശനം കാണണം. എന്നിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ ദർശനം കാണണം. നിങ്ങളുടെ രോഗം മാറുന്നത് നിങ്ങൾ ദർശനം കാണണം. രോഗികളായിട്ട് ആരെങ്കിലും എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ, കിടക്കയിൽ കിടന്നുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ദർശനം കാണണം. നിങ്ങളുടെ രോഗം മാറുന്നത് നിങ്ങൾ ദർശനം കാണണം. മുടന്തുള്ളവർ സൗഖ്യമാകുന്നത്, നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ സ്വർഗസ്ഥനായ ദൈവം പരിഹരിച്ച് നിങ്ങളെ ജയാളികളാക്കി മാറ്റുന്നത് നിങ്ങൾ ദർശനം കാണണം. നിങ്ങളുടെ പ്രവർത്തന മേഖല അഭിവൃദ്ധി പ്രാപിക്കുന്നത് നിങ്ങൾ ദർശനം കാണണം. ദൈവിക പ്രവർത്തനത്തിന്റെ പുതിയ മാർഗങ്ങൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത് നിങ്ങൾ വെളിപ്പെടുത്തി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ദർശനം കാണണം. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ നടുവിൽ മാനിക്കപ്പെടുന്നത് നിങ്ങൾ ദർശനം കാണണം, സ്വപ്നം കാണണം. എല്ലാം നിങ്ങൾ ഭാവന കാണണം. ഈ പറയപ്പെട്ട കാര്യം നിങ്ങൾ ഭാവന കാണാൻ തുടങ്ങണം. കഴിഞ്ഞ കുറേ നാളുകളായിട്ടൊരു കുടുംബം ഞങ്ങളുടെ പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു ദിവസം ഞാൻ ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ശൂന്യതകളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ താഴ്ചകൾ, കുറവുകൾ, ഇതെല്ലാം നിങ്ങൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ, രാത്രിയിൽ കിടക്കാൻ പോകുമ്പോൾ ഭാവന, സ്വപ്നം കാണേണ്ടത്. നിങ്ങളുടെ സ്ഥിതികൾക്ക് മാറ്റം ദൈവം തരുന്നത് നിങ്ങൾ ഭാവന കാണാൻ തുടങ്ങണം, സ്വപ്നം കാണാൻ തുടങ്ങണം. ഞാൻ ആദ്യം അവരോട് പറയുന്ന സമയത്ത് അവർക്ക് ആ ദൂത് ഏറ്റെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പിന്നത്തേതിൽ ചെറിയ നിലവാരത്തിൽ അവരിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതത്തിന്റെ നിലവാരത്തിന് മാറ്റമുണ്ടാകുന്നത് അവരുടെ കണ്ണാലെ കാണാനിടയായി. ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ദർശനം ഉള്ളവരായി മാറണം. നിങ്ങൾ ദർശനം കാണാൻ തുടങ്ങണം. നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവരുടെ നടുവിൽ മാനിക്കപ്പെടുന്നത് ഭാവന കാണണം. ദൈവാത്മാവ് തരുന്ന ഭാവന പിടിച്ചെടുത്ത് ധ്യാനിക്കുന്നവരായിട്ട് തീരണം. അതിനെ നിങ്ങൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം. സ്വപ്നവും ഭാവനയും സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് നൽകി തരുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷകളാണ് ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ ഒപ്പിയെടുക്കണം, കാണാൻ തുടങ്ങണം. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഭാവന കണ്ടതും സ്വപ്നം കണ്ടതും നിങ്ങൾ ചിന്തിച്ചതും പറഞ്ഞതുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പലരും പറയും, എന്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല, എന്തുകൊണ്ട് വാഗ്ദത്തം നിറവേറുന്നില്ല, എന്തുകൊണ്ട് ആലോചന പറഞ്ഞിട്ടും അത് സംഭവിക്കുന്നില്ല. ഞാൻ ഇന്ന് പകലിൽ നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങൾ സ്വപ്നം കാണുന്നത്, നിങ്ങൾ ഭാവന കാണുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഭാഷകൾ നിങ്ങളത് കാണാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗസ്ഥനായ ദൈവം നൽകിത്തന്ന ദൂതുകളൊക്കെ നിറവേറാനായിട്ട് പോകുന്നത്. രോഗികളായിട്ട് ആരെങ്കിലും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ അവസ്ഥ മാറുന്നത് നിങ്ങൾ ഭാവന കാണണം. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. രോഗം നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. അപ്പോൾ തന്നെ സാമ്പത്തിക വിഷയത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. നിങ്ങൾക്കൊരിക്കൽ പോലും ഉയർന്നു വരുവാൻ ഒരു സാഹചര്യവും സാധ്യതയും നിങ്ങളുടെ മുമ്പിലില്ല. നിങ്ങൾ നിരാശയോടെയാണ് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത്. സാരമില്ല, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്നു മുതൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾ ഭാവന കാണണം. നിങ്ങൾ മെച്ചപ്പെട്ട നിലവാരത്തിൽ എത്തിച്ചേരുന്നത് നിങ്ങൾ ഭാവന കാണണം. നിങ്ങൾ സ്വപ്നം കാണണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഭാവന കാണണം. പഴയ നിയമത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുള്ളവരെല്ലാം സ്വപ്നങ്ങൾ, ഭാവന കണ്ടവരായിരുന്നു. യോസഫിനെ നോക്കിക്കേ, ദൈവം അവന് കൊടുത്ത ദർശനം, അത് നടക്കാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരുന്ന സാഹചര്യങ്ങളിൽ പോലും അവനതെല്ലാം, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം അവന് കൊടുത്ത ദർശനമൊക്കെ ഭാവന കണ്ടുകൊണ്ട് അവൻ ഓരോ ദിവസവും മുൻപോട്ട് യാത്ര ചെയ്തിട്ടുണ്ടാകാം. അവസാനം ദൈവം അവന് കൊടുത്ത ദർശനം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ദൈവം അവന് കൊടുത്ത ആലോചനകൾ നിറവേറുകയാണ്. 2024 അവസാന സന്ദർഭത്തിൽ നിങ്ങൾ വളരെ വളരെ ഭാരത്തോടെ, കർത്താവെ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ഒരുപാട് വാഗ്ദത്തം കേട്ടതാണ്, ഒരുപാട് ആലോചന കേട്ടതാണ്, ഒന്നും എൻ്റെ ജീവിതത്തിൽ നിറവേറിയില്ലല്ലോ എന്നുള്ള വലിയ ഭാരത്തോടെ ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകരോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഭാവന കാണാൻ തുടങ്ങുക, സ്വപ്നം കാണാൻ തുടങ്ങുക. സ്വർഗസ്ഥനായ ദൈവം വിജയത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കും. അങ്ങനെ ഭാവനയും സ്വപ്നവും കണ്ട് മുൻപോട്ട് യാത്ര ചെയ്തവരാണ്
അവരുടെ ജീവിതത്തിൽ അത്ഭുത സാക്ഷ്യങ്ങൾ ഉടലെടുക്കാനായിട്ട് ഇടയായി തീർന്നത്. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ലിസി എന്നാണ്. ഞാൻ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഒരാഴ്ച മുൻപ് എൻ്റെ വലതേ കൈയുടെ ഒരത്തിന് താഴോട്ടും കൈയുടെ മുട്ടിന് മുകളിലോട്ടുമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. കൈ പൊക്കത്തില്ലായിരുന്നു, ജോലിയൊന്നും ചെയ്യത്തില്ലായിരുന്നു. ആ സമയം ഞാൻ വിജി പാസ്റ്ററെ വിളിച്ചു. വിജി പാസ്റ്റർ പ്രാർത്ഥിച്ചു. വിജി പാസ്റ്റർ പറഞ്ഞു രാവിലെ 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഭയങ്കര ഒരു സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 11 മണിയൊക്കെ ആയപ്പോഴേക്കും എൻ്റെ കൈക്ക് നല്ലൊരു സൗഖ്യം കിട്ടി. പൂർണ്ണമായിട്ടും 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമായിട്ടും വേദനയെല്ലാം മാറി. എനിക്ക് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർക്ക് ഞാൻ ദൈവനാമത്തിൽ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇനിയും പാസ്റ്റർക്ക് ഇതുപോലെ ഒരുപാട് സൗഖ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനും കൂടെ പോവുകയാണ്. വളരെ പ്രതീക്ഷയോടെ, വളരെ പ്രാർത്ഥനയോടുകൂടെ കടന്നു വന്നാട്ടെ. പുതിയ വർഷത്തിലേക്ക് ചുവടുകൾ എടുത്തു വയ്ക്കാൻ പോകുന്ന ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവന കാണാനും സ്വപ്നം കാണുവാനും പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജനത്തോട് സംസാരിച്ച കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രതീക്ഷയോടെ ചുവടുകൾ എടുത്തു വയ്ക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഈ ജനത്തിനായിട്ട് ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി ഭവനത്തിൽ ഉണ്ടായി വരട്ടെ. പുതിയ വർഷം ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. അതുകൂടാതെ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഒരു വഴിയും തുറക്കപ്പെടാതെ കടുത്ത നിരാശയിലായിരിക്കുന്നവർ ആരാണ്? നിങ്ങൾക്കായിട്ട് യേശു കർത്താവ് ഒരു അത്ഭുതത്തെ ചെയ്യാനായിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. ആരാണ് കടുത്ത ചുമയാൽ കഷ്ടപ്പെടുന്നത്? യേശു കർത്താവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ നടക്കട്ടെ എന്ന് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. തൈറോയ്ഡ് സംബന്ധമായിട്ട് പ്രയാസപ്പെടുന്ന ഒരു കുടുംബം ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ഭാഗവാക്കായി കൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു അത്ഭുത സൗഖ്യം ഇന്ന് പകലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഒരു സൗഖ്യമുണ്ടാകട്ടെ. സാമ്പത്തിക വിഷയത്തിൽ വളരെയേറെ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ ശുശ്രൂഷയിൽ അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ പ്രാർത്ഥനയിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്റെ നാമത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ ഏറ്റവും അനിരായി തീരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. സഹോദരങ്ങൾ, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായെന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. ഈ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങളുടെ സ്നേഹിതന്മാരോടും കൂടെ അറിയിക്കുക. യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിനകത്തൂടെയൊക്കെ വരുന്ന സന്ദേശം നിങ്ങൾ കേട്ടതിന് ശേഷം മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുന്നതന്റെ ചെറുവൻ മറവിൽ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു.